ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിനും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ഹൈപ്പ് സ്റ്റാർ ബട്ടണും ഒപ്പം പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന നമ്മുടെ രോഹിത്തിനെ റൂമിലോട്ട് വിളിക്കണം. കാരണം അലീന 2 ആഴ്ചത്തെ ഒരു സമയം നമ്മുടെ വൈജയന്തിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ അലീനയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് അലീന നമ്മുടെ രോഹിത്തിനെ റൂമിലോട്ട് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ രോഹിത്ത് റൂമിൽ വരുന്ന സമയത്ത് അലീന രോഹിത്തിനോട് പറയുന്ന മോനെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അലീന ചേച്ചി പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, അതായത് നിൻ്റെ പഠനം ഈ ഒരു വർഷം നമുക്ക് പാഴായി പോവേണ്ട കാര്യമില്ലല്ലോ മോനെ. നമുക്ക് അത് വേണ്ടുന്ന പോലെ ഒന്ന് സംസാരിച്ച് നോക്കാം കോളേജിൽ. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞ. അത് അപ്പോഴേക്കും നമ്മുടെ രോഹിത്തിൻ്റെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ട് മാറണം കേട്ടോ. ആ സമയം നമ്മുടെ രോഹിത്ത് പറഞ്ഞ്, അത് പിന്നെ അലീന ചേച്ചി, എനിക്ക് ആ കോളേജിൽ പോകാനോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കാനോ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനോ അതിനുള്ളൊരു ധൈര്യമൊന്നും എനിക്കില്ല അലീന ചേച്ചി. അവരൊക്കെ എന്നെ എങ്ങനെ കാണും, അല്ലെങ്കിൽ ഞാൻ അവരെങ്ങനെ ഫേസ് ചെയ്യും, അതിനെക്കുറിച്ചൊന്നും ഓർക്കാൻ കൂടി എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ നമ്മുടെ രോഹിത്ത് പറയണം. അപ്പോൾ അലീന പറഞ്ഞു, മോനെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിൻ്റെ തല താഴ്ത്തി വെക്കേണ്ട തലയല്ല, നീ മറ്റുള്ളവരുടെ മുന്നിൽ നീ തല ഉയർത്തി വെക്കണം. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിനക്കറിയാലോ. പിന്നെ നീ ആരെയാണ് പേടിക്കണത്, ആരെയാണ് ഭയക്കണത്? ഒന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല. നീ ആ രീതിയിൽ ചിന്തിക്കേ വേണ്ട. പിന്നെ എന്തായാലും നിനക്ക് ആ പഠിച്ചിരുന്ന കോളേജിൽ പോകാനായിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ ചെറിയൊരു അസൗകര്യവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ പോയി സംസാരിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് TC മേടിച്ച് നമുക്ക് വേറെ ഏതെങ്കിലും കോളേജിൽ ചേരാം. കാരണം ഒരു വർഷം വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ നീ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ ഒന്ന് റെഡി ആവണം. അപ്പോൾ അതിന് വേണ്ടി നിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ച് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അത് വേണോ അലീന ചേച്ചി? രോഹിത്ത് ചോദിക്കാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ രോഹിത്തിന് ഒരിക്കലും പറ്റുന്നില്ല. കാരണം അവരൊക്കെ ഏത് രീതിയിൽ ഇപ്പോൾ ആ കോളേജിൽ തന്നെ പോയിരുന്നാൽ തന്നെ, ഇനിയിപ്പോൾ അലീന പറയുന്നുണ്ട് ആ കോളേജിൽ തന്നെ പോയി ഒന്ന് ഞാൻ സംസാരിച്ച് നോക്കാം. ഞാൻ മാത്രമല്ല, നീയും എൻ്റെ ഒപ്പം വരണം. അതോടൊപ്പം തന്നെ നമുക്ക് മനുവേട്ടനെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണോ അലീന ചേച്ചി? കാരണം എന്നെ ഇനി പഠിപ്പിക്കുന്ന മിസ്സുമാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഏത് രീതിയിലാണ് എന്നെ ഇനി കാണുന്നതെന്നൊന്നും എനിക്കറിയില്ല. എനിക്കത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ രോഹിത്ത് പറയണം കേട്ടോ. അപ്പോൾ അലീന ഒരുപാട് പ്രചോദനം കൊടുക്കുകയാണ്. നീ ആ ഒരു രീതിയിൽ ചിന്തിക്കേ വേണ്ട, എന്തായാലും നമുക്ക് പോയി ഒന്ന് സംസാരിച്ച് നോക്കാം. മനുവേട്ടനും കൂടെ വരട്ടെ, ഞാനില്ലേ നിൻ്റെ കൂടെ. അപ്പം അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് രോഹിത്തിനൊരു കോൺഫിഡൻറ്റ്. കാരണം അലീന ചേച്ചി കൂടെ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ മടിച്ച രോഹിത്തിന് ആദ്യമായിട്ട് അലീന നടത്തിയാണ് അമ്പലത്തിൽ കൊണ്ടുപോയത്. അന്നേരം ഫേസ് ചെയ്യേണ്ടി വന്ന ആ ബുദ്ധിമുട്ടുകളെ ഏത് വിധേനയാണ് തരണം ചെയ്തത്, അല്ലെങ്കിൽ തൻ്റെ കൂടെ തൻ്റെ കൈ പിടിച്ച് അന്ന് അലീന ചേച്ചി തന്ന ആ ധൈര്യം, അതൊക്കെ ഒരു നിമിഷം നമ്മുടെ രോഹിത്ത് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഒരു കോൺഫിഡൻ്റ് ഉള്ളൊരു വ്യക്തി നമ്മളെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് നമുക്കൊരു ആത്മധൈര്യം കിട്ടുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ രോഹിത്തിൻ്റെ മനസ്സിലോട്ട് തെളിഞ്ഞു വന്നത്. അതായത് അലീന ചേച്ചി കൂടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയേക്കാം എന്നൊക്കെ ഉള്ളൊരു ചെറിയ തോന്നലൊക്കെ നമ്മുടെ രോഹിത്തിന് വരെയാണ്. അങ്ങനെ ഒരുവിധം പറഞ്ഞ് നമ്മുടെ അലീന സമ്മതിക്കുകയാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ രോഹിത് പോകാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അലീനയും മനുവും അതുപോലെ രോഹിത്തും കൂടെ കോളേജിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം സമ്മതിച്ച് റെഡിയാക്കി വെച്ചൊക്കെയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ശിവശങ്കരൻ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ കമല ചോദിക്കുന്നുണ്ട്, അതല്ല ഇത് എങ്ങോട്ടാണ് ഈ രാവിലെ തന്നെ? അപ്പം നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, അതെ ഇന്നലെ നട്ട പാതിര ആയപ്പോഴത്തേക്കാണ് നമ്മുടെ വൈജയെ വിളിച്ചതെന്ന് പറയാം. അപ്പോൾ എന്തിനാ അവൾ ഈ രാത്രി വിളിക്കണത്, എന്തു പറ്റിയെന്ന് കമല ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, അവൾ ഇനി അവിടെ നിൽക്കത്തില്ല, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ മതി, എന്നെ കൊണ്ടുവന്ന് അവിടെ എറിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ ശിവേട്ടനോ ഗംഗേട്ടനോ ആരെങ്കിലും
ആരെങ്കിലും വന്നോ എന്നൊക്കെ പറഞ്ഞ് കുറേ പരാതികൾ. അപ്പോഴേക്കും കമല പറഞ്ഞു, കണ്ടില്ലേ പെങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുക, ഒരു മോനുള്ളതാണെങ്കിൽ കിടക്കണു ജയിലിൽ ഒരു കുറ്റവാളിയെ പോലെ, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് വീണ്ടും വിചാരമൊന്നുമില്ല എന്ന് പറഞ്ഞ് കമല അങ്ങോട്ട് കിടന്ന് ചാടാണ്. എൻ്റെ പൊന്ന് കമലയെ, ഞാൻ അതിനു വേണ്ടി ചെയ്തില്ല, ഒന്നും ചെയ്തില്ലെന്നാണോ നീ പറയണത്? ഹരിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ചെയ്തു, ആരുടെയൊക്കെ കാല് പിടിച്ചു, ഏതെല്ലാം വാതിലിൽ ചെന്ന് മുട്ടി. ഇനിയിപ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് അലീനയെ കണ്ടൊന്ന് പറഞ്ഞു നോക്കണം. ഞാൻ എന്തായാലും ആ കാര്യം കൂടെ സംസാരിക്കാനായിട്ടാണ് ഇന്ന് നെടുമ്പുരയ്ക്കൽ പോണേന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശിവശങ്കരൻ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ബബിതയാണ് വന്ന് ഡോറ് തുറക്കുന്നത് കേട്ടോ. അപ്പോൾ ബബിത അങ്കിളാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാനൊക്കെ പറയണം. അപ്പോൾ സാധാരണ ശിവശങ്കരനെയൊക്കെ കണ്ടാൽ വന്ന് ഡോറ് തുറന്നാൽ എന്നുള്ളൊരു മട്ടിൽ നമ്മുടെ ബബിതയൊക്കെ പോവുമായിരുന്നു. അപ്പോൾ ഇരി എന്നൊക്കെ പറഞ്ഞൊരു വിനയവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ശിവശങ്കരൻ പെട്ടെന്നൊരു എന്ത് പറ്റി എന്നുള്ളൊരു ചിന്ത. ആ സമയം നമ്മുടെ രോഹിത്തും അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രോഹിത്ത് അങ്കിൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ ശിവശങ്കരൻ്റെ സത്യം പറഞ്ഞ ഉള്ളിലൊരു സന്തോഷം തോന്നി. കാരണം കുട്ടികളിലൊക്കെ എന്തോ ഒരു മാറ്റങ്ങൾ, അവർക്കൊരു വിനയവും മറ്റുള്ളവരോടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും നമ്മുടെ ശിവശങ്കരൻ്റെ ഉള്ളിൽ വരെയാണ്. അങ്ങനെ ബബിത ചെന്ന് നമ്മുടെ ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് വരെയാണ്. അങ്ങനെ ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കുടിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ശിവശങ്കരന് കൊടുക്കുന്നുണ്ട്, വെള്ളവും ജ്യൂസും എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ വന്നിരുന്നു. അപ്പോൾ ആ സമയം നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, ബാല നമ്മുടെ ഹരിക്ക് വേണ്ടിയിട്ട് ഒന്ന് അലീനയോട് സംസാരിക്കണം എന്ന് പറയണേ. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, ശിവേട്ട എന്താ ഈ പറയണേ? കാരണം ഇവിടെ അലീനയോട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ രോഹിത്തിന് വേണ്ടിയിട്ട് പോലും ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല. കാരണം രോഹിത് നിരപരാധിയാണോ അല്ലയോ എന്നുള്ളതല്ല, പക്ഷേ എങ്കിലും ശരണ്യയുടെ വീട്ടിൽ പോയി തുടങ്ങിയ സമയത്ത് നമ്മുടെ രോഹിത്തിന് വേണ്ടി പോലും ഒരു വാക്ക് അവൾ ആ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. പക്ഷേ ആ കുട്ടിക്ക് വേണ്ടുന്ന ആത്മധൈര്യം കൊടുത്തു എന്നുള്ളത് ശരി തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ശിവേട്ട, ഹരിക്ക് വേണ്ടിയിട്ട് നമ്മൾ അലീനയുടെ അടുത്ത് പറയുകയാണെങ്കിൽ അത് വല്ല പ്രയോജനം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ ഇങ്ങനെ പറയേണ്ടത് നമ്മുടെ ബാലചന്ദ്രൻ. എങ്കിലും എനിക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ശിവേട്ട ഒന്ന് സംസാരിച്ച് നോക്ക് അലീനയോട്. പക്ഷേ പ്രചോദനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ശിവേട്ട ഒന്ന് സംസാരിച്ച് നോക്ക്. ഇനിയിപ്പോൾ ഒരു വാക്ക് സംസാരിച്ചില്ല, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വേണ്ട. എന്നിട്ട് പിന്നെ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഇവിടെ പെങ്ങളെ കൊണ്ടൊന്ന് നിർത്തിയിട്ടുണ്ട്, ഇവിടെ ഏതോ ഒരു അന്യഗ്രഹത്തിൽ താമസിക്കും കണക്കുള്ള ഒരു പെരുമാറ്റ രീതിയാണ് അവക്കിടത്. ഞാൻ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ശിവേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ ഇവിടെ എൻ്റെ അടുത്ത് ആരും മിണ്ടുന്നില്ല, അതാണ് ഇതാണ്, പിന്നെ അലീന ഇവിടെ നിൽക്കാൻ പാടില്ല, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ മതി, ഇല്ലെങ്കിൽ ഞാൻ വീടെടുത്ത് പോകും, അങ്ങനെ നീണ്ട കുറേ പരാതികളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ അപ്പോഴാണ് അറിയുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനെ എന്താണ് നമ്മുടെ വൈജയന്തി വിളിച്ചതും ശിവശങ്കരൻ്റെ അടുത്ത് ഇങ്ങനെ പരാതികളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ. അതിനുശേഷം ശിവശങ്കരൻ നേരെ ബാലേന്ദ്രൻ എന്തായാലും തറപ്പിച്ച് എന്നൊരു കാര്യം പറഞ്ഞു, എന്തായാലും നടപടി ആകാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് പെങ്ങൾ എന്തായാലും ശിവേട്ടനെ വിളിച്ചിരിക്കണത്. എന്തായാലും എൻ്റെ നിലപാടിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ ശിവേട്ടൻ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു, ആ കാണിക്കേണ്ട വിനയവും റെസ്പെക്റ്റും ഞാൻ തരുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ അങ്ങോട്ടാണ് വന്നിരുന്നെങ്കിൽ ഈ ഒരു മര്യാദ ഞാൻ കാണിക്കില്ല ശിവേട്ടൻ്റെ അടുത്ത് എന്നും പറഞ്ഞു. കാരണം ബാലേന്ദ്രൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത തെറ്റാണ് ഈ കുടുംബം കൈതക്കൽ മാളിക വീട്ടുകാർ ചെയ്തേക്കണത്. അതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും ബാലേന്ദ്രൻ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ. അതിനുശേഷം ശിവശങ്കരൻ ബാലേന്ദ്രനുമായിട്ട് സംസാരിച്ചിട്ട് നേരെ നമ്മുടെ വൈജയന്തിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. അതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ അലീനയായിട്ട് സംസാരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം വൈജയ് വിളിച്ച് ശിവശങ്കരൻ്റെ അടുത്ത് കുറേ പരാതികളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ 2 ആഴ്ചത്തെ ഒരു സമയമൊക്കെ പറഞ്ഞതായിട്ട് ബാലേന്ദ്രൻ അറിഞ്ഞല്ലോ. അങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന കാര്യങ്ങൾ പറയുന്നുണ്ട്, കഴിഞ്ഞ തലേ ദിവസം എൻ്റെ റൂമിൽ വന്നു എന്നും 2 ആഴ്ചത്തെ ഒരു സമയം ഞാൻ ചോദിച്ച് വെക്കണം, അതിനുശേഷം ഞാൻ പോകും എന്നുള്ള ഒരു ഉറപ്പ് മാഡത്തിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ആരെടുത്ത് ചോദിച്ചിട്ടാണ് ആ ഉറപ്പ് കൊടുത്തത്? അഥവാ നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നീ ഒന്നുകിൽ നീ പോകുന്നതിന് മുന്നേ വൈജയന്തിയുടെ അടുത്ത് ഞാൻ സത്യങ്ങളെല്ലാം പറയും, അതല്ലെങ്കിൽ നീ ഇറങ്ങിയ ഉടനെ ഞാൻ ആ സത്യങ്ങൾ പറയുമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അലീന പറഞ്ഞു, ഈ പ്രശ്നത്തിന് എന്തായാലും ഒരു അവസാനം വേണ്ടേ അച്ഛാ,
എന്താണെങ്കിലും ഇത് എങ്ങനെയാണെങ്കിലും അച്ഛൻ പറയുക തന്നെ വേണം എന്ന് പറയണം. അപ്പോൾ ബാലേന്ദ്രൻ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. കാര്യം അലീന അങ്ങനെ ഉറപ്പിച്ച്, കാരണം ഇത് കഴിയുമ്പോൾ ബാലചന്ദ്രൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി എങ്ങനെ താങ്ങും എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാം. കാരണം എന്ന് വെച്ചാൽ വൈജയന്തി ഉടൻ തന്നെ തൻ്റെ ജീവൻ കളയും, അത് ഉറപ്പാണ്. ഇത്രയും വലിയൊരു നാണക്കേട് ഏറി വൈജയന്തി ബാലചന്ദ്രൻ്റെ മുന്നിൽ നിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ വൈജയന്തി എന്തെങ്കിലും കടുങ്കൈ ചെയ്യും എന്നുള്ളൊരു കാര്യം അലീനയ്ക്കും അറിയാം. പക്ഷെ അലീന പറയുന്നത് എന്തായാലും ആ സത്യം അറിയണം, ഇതിനൊരു അവസാനം വേണ്ടേ. ഒന്നും അറിയാണ്ട് ഒരു വിഡ്ഢിയെ പോലെ അമ്മ പല കാര്യങ്ങളും അറിയാണ്ട് ഒരു വിഡ്ഢിയെ പോലെയാണ് കഴിയുന്നത്. അതുകൊണ്ട് തീർത്തും ഇത് അച്ഛൻ പറയുന്നത് തന്നെയാണ് നല്ലതെന്നുള്ള രീതിയിൽ അലീന സംസാരിക്കാനായിട്ട് ബാലേന്ദ്രൻ ആകെ ഷോക്കായി പോവാണ് അലീനയുടെ ആ ഒരു സംസാരം കേട്ടിട്ട്. എന്നുവെച്ചാൽ ഒരു ഭയമില്ല, അലീന നല്ല ആത്മധൈര്യത്തോടു കൂടെ തന്നെയാണത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശിവശങ്കരൻ നമ്മുടെ വൈജയെ കാണാനായിട്ട് ചെല്ലുന്ന ഒരു സീനാണ്. അവിടെ ചെന്നപ്പോഴേക്കും വൈജയന്തി ഒരു കെട്ട് കംപ്ലൈൻറ്റ് അങ്ങെടുത്ത് ഇടേണ്, എന്നെ കൊണ്ടുവന്ന് ഇവിടെ എറിഞ്ഞിട്ട് പോയി. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ, എങ്ങനെ ഉണ്ടെന്നോ, എൻ്റെ ആരോഗ്യം എങ്ങനെ ഉണ്ടെന്നോ എന്തെങ്കിലും നിങ്ങൾ തിരക്കാറുണ്ടോ ശിവേട്ട? ഗംഗേട്ടൻ ഇവിടെ, ഗംഗേട്ടനും കൂടെ ഒക്കെ ചേർന്നാണല്ലോ എന്നെ പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്ന് ബലമായിട്ട് നിങ്ങൾ ഇവിടെ ആക്കിയിട്ട് പോയത്. എൻ്റെ മക്കൾ പോലും ഇപ്പം എന്നോട് മിണ്ടില്ല. ഞാൻ ഏതോ ഒരു എവിടെയോ കിടക്കണ ഒരു ഗസ്റ്റിനെ പോലെ ഈ ഒരു മുറിക്കകത്ത് ഈ ഒരു വീർപ്പ് മുട്ടലിനകത്ത് കിടന്ന് ഞാൻ ഇങ്ങനെ നെടുവീർപ്പിടുകയാണ്. അപ്പോൾ ശിവശങ്കരൻ ചോദിച്ചു, നിൻ്റെ സ്വന്തം വീട്ടിൽ നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടോ? നീ എന്തൊക്കെയാണ് വൈജയ് പറയണേന്ന് ചോദിക്കുന്നുണ്ട്. ശിവേട്ട ഒന്നും അറിയാത്ത മട്ടിൽ ശിവേട്ട ഒരുതരം ചൊറിഞ്ഞ വർത്തമാനം പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്നും ഇന്നും എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ അവളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് 2 ആഴ്ചത്തെ സമയം വേണം, കാരണം അവൾക്ക് പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 1-2 കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ 2 ആഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസമായിട്ട് അവൾ പോയിട്ടില്ലെങ്കിൽ ഞാൻ പറയുകയാണ് ശിവേട്ട, ഞാനൊരു വീട് വാടകയ്ക്കെടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകും. കാരണം എൻ്റെ മക്കളോ ആരും തന്നെ എൻ്റെ കൂടെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അതെ, നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ സ്വയം നിനക്ക് തലയിൽ വരുത്തി വെക്കുന്ന ഓരോ വിനയാണ്. കാര്യം വേറൊന്നുമല്ല, നീ എടുത്തു ചാടി ചെയ്യുന്ന ഈ തീരുമാനത്തിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് ഞാൻ ഒന്നാമതായി പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, നീ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് നീ പറയുന്നുണ്ടല്ലോ. അലീന നിൻ്റെ കൂടെ അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എന്ത് തെറ്റാണ് ചെയ്തത്? നിൻ്റെ മക്കളെ ഈ രീതിയിലൊക്കെ ആക്കി എടുത്തതോ? ആരും ഇല്ലാണ്ട് അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് സ്വന്തം പെൺമക്കളെ സ്വന്തം മക്കളെപ്പോലെ അവളൊരു ചിറകിനടിയിൽ കരുതും പോലെ കരുതി ആ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇന്ന് ഈ രീതിയിൽ നിൻ്റെ മക്കളുടെയൊക്കെ സ്വഭാവങ്ങളൊക്കെ നല്ല മാറ്റമുണ്ട്. കാര്യം മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കേണ്ട റെസ്പെക്റ്റൊക്കെ അവർ കാണിച്ചു തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ എൻ്റെ മക്കൾക്ക് പണ്ടേ ഉള്ളത് തന്നെ, അത് എനിക്കറിയാവുന്നതല്ലേ എന്ന് ശിവശങ്കരനും പറഞ്ഞു കേട്ടോ. വൈജയന്തിക്ക് അവളെ പുകഴ്ത്തി പറയുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിലേ ഇഷ്ടമല്ല. ശിവശങ്കരൻ കുറേ നമ്മുടെ അലീനയെക്കുറിച്ച് അങ്ങോട്ട് പൊക്കി പറയുകയാണ്. അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ ഫലം നീ ഒരു കാലത്ത് കരയേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ എന്തിനു കരയണം? ശിവേട്ട എന്തൊക്കെ പിച്ചുമ്പേയും പറയണേ. അതെ, നീ വലിയ പതിവ്രതയൊന്നും ആവണ്ട. നിനക്കറിയാലോ നിൻ്റെ ജീവിതവും നിൻ്റെ തെറ്റുകളും എന്തൊക്കെയാണെന്ന്. അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് നീ നിൽക്കുന്നത്. എന്ത് തന്നെയായാലും ശിവേട്ട, ഈ കാര്യത്തിൽ വൈജയന്തി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഒന്നുകിൽ അവൾ, ഒന്നുകിൽ ഞാൻ, ഇതിലേതെങ്കിലും ഒന്നേ ഇവിടെ ഓടുള്ളൂ എന്ന കാര്യം തീർത്ത് തന്നെ പറയണം. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എനിക്കിതിൽ കൂടുതലൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. നിനക്കറിയാലോ എൻ്റെ മകൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഞാൻ എൻ്റെ ജോലിയും എല്ലാം കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസങ്ങളായെന്നറിയാവോ? അപ്പം നീ മനസ്സിലാക്കണം, എനിക്ക് ഈ 100 കാര്യങ്ങളല്ല, എനിക്ക് എൻ്റെ മകൻ്റെ കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, ഇതിൻ്റെ ഇടയിലാണ് നീ ഈ വക ഓരോ കോലാഹലങ്ങളും കൂടെ നീ ഒപ്പിക്കുന്നത്. ഇപ്പം ഞാനാണല്ലോ കുറ്റക്കാരി. അല്ലെങ്കിലും എനിക്ക് ആരാ ഉള്ളത്? ഭർത്താവില്ല, മക്കളില്ല, കൂടപ്പിറപ്പുകളില്ല, അമ്മയില്ല, ആരാ ഉള്ളത്? എനിക്കാരുമില്ല. അന്നും ഇന്നും ഒറ്റയ്ക്ക് തന്നെയല്ലോ. സാരമില്ല, വൈജയന്തി ആരുടെ മുന്നിലും തോൽക്കില്ല. അന്നും ഇന്നും വൈജയന്തി തല ഉയർത്തി തന്നെ നിൽക്കും എന്നുള്ള രീതിയിലൊക്കെ കുറേ വീമ്പിളക്കുകയാണ്. എന്തായാലും ശിവശങ്കരൻ പറഞ്ഞു, ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിനക്ക് നിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ശിവശങ്കരൻ നേരെ
നമ്മുടെ അലീനയെ കാണാനായിട്ട് മനസ്സിൽ ധൈര്യം കൽപ്പിച്ച്, കാരണം എന്ത് കരുതും അല്ലെങ്കിൽ എന്ത് മറുപടി ആയിരിക്കും അവൾ പറയുക എന്നുള്ളൊരു ചിന്തയോടും ടെൻഷനോടും കൂടെ തന്നെ അലീനയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ സുഖവിവരങ്ങളൊക്കെ ചോദിച്ച ശേഷം ശിവശങ്കരൻ പറഞ്ഞു, മോളെ ഹരി ഇപ്പോഴും ജയിലിലാണ്. ബാക്കിയുള്ളവരെല്ലാവരും പുറത്തിറങ്ങി. എൻ്റെ മകൻ ചെയ്തത് വലിയൊരു തെറ്റും വലിയൊരു ക്രൂരതയും തന്നെയാണ്. ഞാനത് നിൻ്റെ മുന്നിൽ ന്യായീകരിക്കാനല്ല വന്നത്. പക്ഷേ നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. എന്തെങ്കിലും ശരണ്യയുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാനുള്ള വകുപ്പാണ് ഈ പറഞ്ഞു വരുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ശിവശങ്കരൻ കാര്യങ്ങൾ പറയണം. അതായത് 2 വർഷം മുന്നേ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് കോടതിയിൽ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഹരിക്ക് ചിലപ്പോൾ, കാരണം പോക്സോ കേസിൽ നിന്ന് ഒഴിവാകുകയാണെങ്കിൽ ചിലപ്പം ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് വക്കീൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊന്ന് ശരണ്യയായിട്ടൊന്ന് സംസാരിക്കാവോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശിവശങ്കരൻ. അലീനയ്ക്ക് എടുത്തടിച്ചെനക്ക് മറുപടി പറയാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അലീന പറഞ്ഞു, അങ്കിൾ എന്നോട് ക്ഷമിക്കണം, ഒരിക്കലും ഞാൻ ശരണ്യയോട് നമ്മുടെ രോഹിത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹരിക്ക് വേണ്ടിയിട്ടോ ഞാൻ സംസാരിക്കില്ല. രോഹിത്തിൻ്റെ കാര്യത്തിൽ ഒരു വാക്ക് പോലും ഞാൻ ആ കുട്ടിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. രോഹിത്തിന് വേണ്ടിയിട്ട് പറയണമെന്നോ അല്ലെങ്കിൽ രോഹിത്തിന് വേണ്ടി കോടതിയിൽ മൊഴി മാറ്റി പറയണമെന്നോ അങ്ങനെയൊന്നും. അവൾക്ക് ഞാൻ ആത്മധൈര്യം കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അവളുടെ മനസ്സിന് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ നീ ചെയ്യാൻ പറഞ്ഞു. ആ കുട്ടി അതാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഹരിയുടെ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല അങ്കിളെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒന്നും പറയില്ല. അവൻ ചെയ്തതിൻ്റെ തെറ്റിൻ്റെ ഫലം തന്നെയാണ് ഇന്ന് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, മോളെ ഞാനൊരച്ഛനാണ്. ഒരച്ഛൻ എന്ന രീതിയിൽ ഞാൻ നിൻ്റെ മുമ്പിൽ യാചിക്കുകയാണ്. നീ അത് തള്ളിക്കളയരുത് എന്നുള്ള രീതിയിലൊക്കെ പറയണം. ഒരിക്കലും എനിക്ക് ഈ കാര്യം ശരണ്യയോട് പറയാൻ പറ്റില്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നോട് ക്ഷമിക്കണം അങ്കിള് എന്നൊക്കെ പറഞ്ഞ് അലീനയും തിരിച്ച് മാസ ഡയലോഗ് അടിക്കുകയാണ് കേട്ടോ. കാര്യം വെച്ചാൽ അലീന ഒരിക്കലും പറയില്ല. അത്രയ്ക്ക് എന്ന് വെച്ചാൽ അലീനയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ചിന്താഗതിയും അലീനയുടെ ഉള്ളിൽ പോലും കടന്നു പോകത്തില്ല. അപ്പോൾ ശിവശങ്കർ അലീനയോട് സംസാരിച്ചത് കൊണ്ട് യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അലീന അത് നിരസിക്കുക തന്നെ ചെയ്തു കേട്ടോ. അങ്ങനെ നാളെ വരുന്ന ഏകദേശം എപ്പിസോഡുകളിൽ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ചിന്നുമോളുടെ കാര്യത്തിൽ അലീനയും രേവതി കുട്ടിയും ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഉർമിള മേനോൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ ചിന്നുമോളെ സ്പോൺസർ ചെയ്തെടുക്കുന്നതിനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോ ഇൻസിഡൻ്റാണ് നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൽ വരുന്നത് അല്ലേ. എല്ലാവരും നല്ല ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഇനി വരുന്ന പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരും തന്നെ കമൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഓപ്പൺ ആക്കുന്നേ ഇല്ല. മഴതോരും മുമ്പ് എനിക്ക് ഇടയായിട്ട് തീരെ ഡൗൺ ആയി വരുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. പ്രൊമോയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ഏകദേശമൊക്കെ ആ ഒരു സ്റ്റോറി തന്നെയാണ് ഞാൻ തലേ ദിവസം ഇടുന്നതിലും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് നല്ല രീതിയിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.